ഏതാ ബാല്? ബാല്. ബാല് എന്നാൽ ആര്? മക്കയിലെ ഹുബാല്. ഹുബാൽ എന്നാൽ ആര്? സ്യൂസ്. സ്യൂസ് എന്നാൽ ആര്? കിങ് ഓഫ് ഗോഡ്സ്. യൂറോപ്യൻ വിശ്വാസപ്രകാരം കിങ് ഓഫ് ഗോഡ്സ് ആണ്, എല്ലാ ദൈവങ്ങളുടെയും ചക്രവർത്തിയാണ് ആര്? ബാല്, സ്യൂസ്. സ്യൂസ് മെഡിറ്ററേനിയൻ സമുദ്രവും കടന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ അതിന് ബാല് എന്ന് പേരിട്ടു. ബൈബിളിൽ ബാലിനെ വിമർശിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്, ഖുർആനിലുണ്ട്. അപ്പോൾ ഇപ്പോഴും യൂറോപ്പിന് സ്വഭാവമുണ്ട്. യൂറോപ്പ് എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ ബാലിനെ വന്ന് പ്രസാദിപ്പിക്കും. അങ്ങനെയുമായി പല ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ യുദ്ധത്തിലുണ്ട്. അവർ ബാലിനെ കത്തിച്ചു. ആര്? ശ്രദ്ധിച്ചു ആവും. ഇറാനികൾ ബാലിനെ കത്തിച്ചു. അത് ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഇപ്പം ഞാനിവിടെ ഇടപെടുന്നില്ല. പക്ഷേ അങ്ങനെ സംഭവം നടന്നു. ഇറാനികൾ ബാലിനെ കത്തിച്ചു. ഒരു നിലക്ക് അമേരിക്കയെ ചൊടിപ്പിച്ചത് അതായിരിക്കും. അമേരിക്കയുടെ ഏറ്റവും വലിയ ശാക്തി കേന്ദ്രമാണ് എന്ത്? ബാല്, അഥവാ സ്യൂസ്, കിങ് ഓഫ് ഗോഡ്സ്. ഇതാണ് മക്കയിൽ ഇന്ന് നിൽക്കുന്ന സംസം കിണറിൻ്റെ മുകൾ ഭാഗത്തിരുന്നു ബാലിൻ്റെ പ്രതിഷ്ഠ. അതവിടുന്ന് നീക്കിയിട്ട് അവിടെ സംസം കുഴിക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ മുത്തലിബിന് സ്വപ്നം കാണുക. മുഹമ്മദ് നബിക്ക് മുമ്പ് അവസാനത്തെ അവരുടെ കയറ്റം വരുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അവർ അവസാനമായി കയറുന്നത് AD 4-ാം നൂറ്റാണ്ടിലാണ്. കോൺസ്റ്റാന്റിയൻ ചക്രവർത്തി അങ്ങനെ ഉണ്ടാക്കിയ പട്ടണമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇന്നത്തെ ഏത്? ഇസ്താൻബുൾ. ഇന്നത്തെ ഇസ്താൻബുൾ. അത് മനസ്സിലാവില്ലേ പറഞ്ഞത്? ആ ഇസ്താൻബുളിൽ അവർക്ക് കയറി. അപ്പം പിന്നെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് മൊത്തം അവർക്ക് ആക്സസ് ഉണ്ടായി. യൂറോപ്യൻ ബിംബങ്ങളെ അങ്ങനെ തന്നെ അവർ സമൂഹങ്ങളിൽ മുഴുവൻ പ്രചരിപ്പിച്ചു. അങ്ങനെ കയറി വന്നതാണ് എവിടെയും മക്കയിലും. മക്കയിൽ ബിംബാരാധന നടന്നത് 2 നൂറ്റാണ്ടിൻ്റെ ഉള്ളിലാണ്. സയ്യിദ് ഇബ്രാഹിം വഫാത്താകുന്നത് 1822-ലാണ്. 1822 സയ്യിദ് ഇബ്രാഹിം വഫാത്തായി. സയ്യിദ് ഇബ്രാഹിമിൻ്റെ കാലഘട്ടം 1900 BC 1997. സയ്യിദ് ഇബ്രാഹിമിൻ്റെ മരണം BC 1822. സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം ലഭ്യമായ ചരിത്രമനുസരിച്ച് BC 1997 ജനിച്ച് BC 1822 വഫാത്തായി. പിന്നെ ആ ഇബ്രാഹിമി സംസ്കാരം മക്കയിൽ നിലനിന്നു. മക്കയിൽ അതിന് മാറ്റം ഉണ്ടാകുന്നത് യൂറോപ്യന്മാർ എന്ത് ചെയ്തു എന്നറിയാം. യൂറോപ്യന്മാർ ആ ഏരിയ തന്നെ അവർ സിറിയ പിടിച്ചു. യൂറോപ്യന്മാർ പല ദേശങ്ങളും പിടിച്ചു. ഇന്നത്തെ ജോർദാൻ്റെ ഒരു ഏരിയ അവർ പിടിച്ചു. ഹിജാസിൻ്റെ വടക്ക് ഭാഗം സിറിയ പിടിച്ചു. അവിടുന്നാണ് പിന്നീട് ഈ ബിംബങ്ങൾ വരുന്നത്. എങ്ങോട്ട്? മക്കയിലേക്ക്. മക്കയിലെ ജനങ്ങൾ ബിംബാരാധന തുടങ്ങി നടന്നത് ആകെ 2 നൂറ്റാണ്ടിനുള്ളിലാണ്. അതിനു മുമ്പ് മക്കയിൽ ബിംബാരാധന ഇല്ല. ഈ ബിംബങ്ങൾ ആരാണ്? ഈ ബിംബങ്ങൾ ഏത് തന്നെ ഈ യൂറോപ്യൻ ബിംബങ്ങൾ, സ്യൂസ് അടക്കമുള്ള ബിംബങ്ങൾ. ബാലിനെ ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞത്, ചിന്തിക്കണം. യൂറോപ്യൻ ദേവിമാർക്ക് മുഴുവനും പുരുഷാധിപത്യം, പുരുഷനായി നിന്ന ആളാണ് ബാല്. ബാക്കിയൊക്കെ യൂറോപ്യൻ ദേവിമാരാണ്. ആ ദേവിമാരുടെ ഭർത്താവാണ് ബാല്. ബാലിനെ അറബി ഭാഷയിൽ ബഅലി എന്ന് പറയും. ബഅലി എന്നാൽ അറബി ഭാഷയിൽ ഭർത്താവ്. അതാണ് ഹുബാല്. അതിനുവേണ്ടി ഏഷ്യയിൽ ഒരു പട്ടണം ഉണ്ടാക്കി യൂറോപ്യന്മാർ. അതാണ് ബഅലബക്ക്. മനസ്സിലായില്ല? ബഅലബക്ക് ഒരു പട്ടണമാണ്. ഏഷ്യയിൽ യൂറോപ്യന്മാർ തുടങ്ങിയ ഒരു പട്ടണമാണ് ഏത്? ബഅലബക്ക്. ബക്ക് എന്ന് പറഞ്ഞാൽ പാക്ക് എന്ന് പറയും, ബക്ക് എന്ന് പറയും. ബക്ക്. ഇപ്പം സൽമാൻ പാക്ക് എന്നൊരു പ്രദേശമുണ്ട് ഈ ബഗ്ദാദിൽ നിന്ന് 90 കിലോമീറ്റർ മാറിയാൽ ഒരു പ്രദേശമുണ്ട്. അതിൻ്റെ പേര് സൽമാൻ പാക്ക് എന്നാണ്. അതായത് ബക്ക് എന്നും പറയും, പാക്ക് എന്നും പറയും. ഒന്നും കൂടി വലുതാക്കിയിട്ട് പാക്ക് എന്ന് പറയും. ബക്ക്, പാക്ക്, പ്രദേശം എന്നാണ് അർത്ഥം. സൽമാൻ ഫാരിസിയെ അവിടെയാണ് മറവ് ചെയ്യപ്പെട്ടത്. അതായത് ബഖർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖിലാഫത്തുർ റാഷിദയുടെ കാലഘട്ടത്തിൽ ഇറാഖിലേക്കുള്ള ഗവർണറായി പോയ ആളാണ് ആര്? സൽമാൻ ഫാരിസി തങ്ങൾ റളിയല്ലാഹു അൻഹു. അവർ പിന്നീട് മരിച്ചു, വഫാത്തായി. വഫാത്തായപ്പോൾ
അടക്കം ചെയ്തു. ആ സ്ഥലം പിന്നീട് സൽമാൻ പാക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. ഞാൻ അവിടെ പലവട്ടം പോയിട്ടുണ്ട്. ബഗ്ദാദിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ. സൽമാൻ പാക്ക്. ഭാഷയിൽ ചിലപ്പോൾ പാക്ക് എന്നും പറയും, ചിലപ്പോൾ ബക്ക് എന്നും പറയും. അറബിയോട് അടുത്താൽ ബക്ക് എന്ന് പറയും. ഉറുദു ഫാരിസിയോട് അടുത്താൽ പാക്ക് എന്നും പറയും. പാകിസ്ഥാൻ ഇതൊരു മനസ്സിലായില്ലേ പറഞ്ഞത്? പാക്ക് അങ്ങനത്തെ ഒരു വാക്കാണ് പാക്ക്. ബക്ക് ബഅലിനെ കുടിയിരുത്തിയ സ്ഥലം ഏതാ? ബഅല് ബാല്. ബാല് എന്നാൽ ആര്? മക്കയിലെ ഹുബാല്. ഹുബാൽ എന്നാൽ ആര്? സ്യൂസ്. സ്യൂസ് എന്നാൽ ആര്? കിങ് ഓഫ് ഗോഡ്സ്. യൂറോപ്യൻ വിശ്വാസപ്രകാരം കിങ് ഓഫ് ഗോഡ്സ് ആണ്. എല്ലാ ദൈവങ്ങളുടെയും ചക്രവർത്തിയാണ് ആര്? ബാല്, സ്യൂസ്. സ്യൂസ് മെഡിറ്ററേനിയൻ സമുദ്രവും കടന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ അതിന് ബാൽ എന്ന് പേരിട്ടു. ബൈബിളിൽ ബാലിനെ വിമർശിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്, ഖുർആനിലുണ്ട്. അത് യൂറോപ്യന്മാർ ഒളിച്ചു കടത്തിയ ഒരു തിന്മയുടെ മൂർത്തിയാണ് ബാല്. ഇപ്പം ഇപ്പോഴും യൂറോപ്പിന് സ്വഭാവമുണ്ട്. യൂറോപ്പ് എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ബാലിനെ വന്ന് പ്രസാദിപ്പിക്കും. അങ്ങനെയുമായി പല ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ യുദ്ധത്തിലുണ്ട്. അവർ ബാലിനെ കത്തിച്ചു. ആര്? ശ്രദ്ധിച്ചു ആവും. ഇറാനികൾ ബാലിനെ കത്തിച്ചു. അത് ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഇപ്പം ഞാനിവിടെ ഇടപെടുന്നില്ല. പക്ഷേ അങ്ങനെ സംഭവം നടന്നു. അതെ, ബാലിനെ അവർ കത്തിച്ചു. ഇറാനികൾ ബാലിനെ കത്തിച്ചു. ഒരു നിലക്ക് അമേരിക്കയെ ചൊടിപ്പിച്ചത് അതായിരിക്കും. അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് എന്ത്? ബാല്, അഥവാ സ്യൂസ്, കിങ് ഓഫ് ഗോഡ്സ്. ഇതാണ് മക്കയിൽ ഇന്ന് നിൽക്കുന്ന സംസം കിണറിന്റെ മുകൾ ഭാഗത്തായിരുന്നു ബാലിന്റെ പ്രതിഷ്ഠ. അതവിടുന്ന് നീക്കിയിട്ട് അവിടെ സംസം കുഴിക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ മുത്തലിബിന് സ്വപ്നം കാണുക. മുത്ത് റസൂലാണ്, വല്യപ്പയാണ്, വലിയ സത്യസന്ധനായ മഹാനാണ് അബ്ദുൽ മുത്തലിബ്. ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മോനാണ് എന്ന് അഭിമാനിക്കുന്ന ആളാണ് പുണ്യ റസൂൽ. അനബിനു അബ്ദുൽ മുത്തലിബ്, അന നബിയുൻ ലാ കദിബ്, അനബിനു അബ്ദുൽ മുത്തലിബ്. ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. റസൂൽ ഇഷ്ടപ്പെട്ട ആളാണ്. അള്ളാഹു അവരെ ദറജയേറ്റി കൊടുക്കട്ടെ. എന്നും ആരും ആക്ഷേപിക്കരുത്, ആരും അവരൊന്നും കുറ്റം പറയരുത്. അവരെ കുറ്റം പറയുന്നവർക്ക് ദീനുണ്ടാവില്ല. വലിയ മഹാനാണ് അവർ. അപ്പോൾ ഈ അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് സ്വപ്നം കാണുകയാണെന്ത്? അതിൻ്റെയും നൂറ്റാണ്ടുകൾക്ക് അനവധി നൂറ്റാണ്ടുകൾ മുമ്പ് സംസം കിണർ വറ്റിപ്പോയിട്ടുണ്ട്. മക്കയിലെ തിന്മകൾ, മക്കയിലെ വളരെ മോശപ്പെട്ട ദുഷ്ടജീവിതം കാരണം മക്കക്കാർക്ക് പിൽക്കാലത്ത് ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ശേഷം പിൽക്കാലത്ത് സംസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെയാണ് സംസം കിണർ എന്ന് പോലും അറിയാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു. അവിടുത്തെ ജോഗ്രഫിക്കലും ഹിസ്റ്റോറിക്കലുമായ ഏകദേശ കാര്യങ്ങളെല്ലാം അറിയുന്ന മഹാനായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്നവർ റഹ്മത്തുള്ളാഹി അലൈഹി. ആ അബ്ദുൽ മുത്തലിബ് എന്നവർ നിങ്ങൾ ചിന്തിക്കണം. അബ്ദുൽ മുത്തലിബ് എന്നവർ എന്നെ ഒരു രാത്രി വന്നിട്ട് ഒരാൾ പറയാ സംസം കിണർ കുഴിക്കണം. അപ്പം സംസം എന്നൊരു വെള്ളം ഉണ്ടായിരുന്നു പണ്ട് എന്ന് അബ്ദുൽ മുത്തലിബിന് അറിയാം. എവിടെയാണ് ആ കിണറെന്ന് അറിയില്ല. പിറ്റേ ദിവസം അവിടെ തന്നെ പോയി കിടന്നു. കഅബാലയത്തിൻ്റെ ചെരുവിലാണത്. അപ്പോഴും പറഞ്ഞു, ഒരാൾ വന്നിട്ട് രാത്രി സ്വപ്നത്തിൽ വന്ന് പറയാണ് സംസം കുഴിക്കുക. മൂന്നാം ദിവസം അവിടെ തന്നെ കിടന്നു. അപ്പോൾ ചോദിച്ചു, ആള് വന്നപ്പോൾ തന്നെ ചോദിച്ചു, അയിന ഹുവ, ആയിക്കോട്ടെ കുഴിക്കാം, പക്ഷെ അത് എവിടെയാണ്? അപ്പോൾ ആ സ്ഥലം പറഞ്ഞു കൊടുത്തു. അവിടെ ഒരു ഉറുമ്പിൻ കൂട്ടം ഉണ്ടാവും. രാവിലെ മൺവെട്ടി എടുത്ത് പോയാൽ അവിടെ ഒരു ഉറുമ്പിൻ്റെ കൂട്ടം കാണും. അവിടെ കുഴിക്കുക. വഅലിഹ ഉറാബുൻ അസമു, ഒരു തവിട്ട് നിറത്തിലുള്ള കാക്ക അവിടെ ഇങ്ങനെ നിൽക്കുന്നത് രാവിലെ നിങ്ങൾക്ക് അടയാളമായി കാണും. അവിടെ കുഴിക്കുക. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഹുബാൽ വിഗ്രഹം കിടക്കുക. ഹുബാൽ വിഗ്രഹത്തിൻ്റെ അവിടെയാണ് ഇതുള്ളത്. ഹുബാലിന് ഉള്ളിലും പ്രതിഷ്ഠയുണ്ട്, പുറത്തും പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഹുബാലിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. അപ്പോൾ മക്കക്കാരിളകി. ആരാണ് ഹുബാൽ? സ്യൂസ്. ആരാണ് സ്യൂസ്? യൂറോപ്പിൻ്റെ കിങ് ഓഫ് ഗോഡ്സ്.
അപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് ശപഥം ചെയ്യുന്നത്. എന്ത്? അന്ന് അബ്ദുൽ മുത്തലിബിന് മൂത്ത മകൻ ഹാരിസ് മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, നീ എനിക്ക് 10 മക്കളെ തന്നാൽ ഒരു കുട്ടിയെ ഞാൻ ബലിയെറുക്കും കഅബയിൽ വെച്ച്. അല്ലാഹു 10 മക്കളെ കൊടുത്തു. 10 മക്കളെ കിട്ടിയപ്പോഴാണ് നേരത്തുള്ള പ്രതിജ്ഞ ഓർമ്മ വന്നത്. നറുക്കിട്ടു. ആർക്കാ കിട്ടിയത്? അബ്ദുള്ളാക്ക്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു, മുസ്തഫ നബിന്റെ വാപ്പ. അവർക്കാണ് നറുക്ക് വീണത്. അറക്കണം. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ യുവ കോമളന, നല്ല മനുഷ്യനാ, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അബ്ദുള്ളാന്. യുവകോമളനായ അബ്ദുള്ള എന്നവരെ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ അറക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ മുത്തലിബ് ഉണ്ട്. അപ്പോൾ നാട്ടുകാരൊക്കെ തടഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അബ്ദുൽ മുത്തലിബിൻ്റെ 10 മക്കളിൽ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോനാണ് ആര്? അബ്ദുള്ള. ഞങ്ങൾ സമ്മതിക്കൂല. അങ്ങനെ സമ്മതിക്കൂല. പല്യ പാർത്താനുണ്ടായി. അവസാനം അബ്ദുൽ മുത്തലിബ് ശപഥം ചെയ്താൽ മാറില്ല. അപ്പോൾ നാട്ടുകൂട്ടം കൂടി അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, നമ്മൾ കാര്യങ്ങൾ പ്രശ്നങ്ങളായാൽ സമീപിക്കുന്ന ഒരു ജ്യോത്സ്യണ്ടല്ലോ, അയാളടുത്തൊന്ന് പോയി നോക്കാം. അങ്ങനെ അബ്ദുൽ മുത്തലിബ് മനസ്സിലാണ്ട് പറഞ്ഞത്. അങ്ങനെ ജ്യോത്സ്യനെ തേടിപ്പോയി. അങ്ങനെ ജ്യോത്സ്യൻ പറയാണ്, പിന്നെ എന്ത് പരിഹാരമുണ്ട്? നിങ്ങൾ അബ്ദുൽ മുത്തലിബിനെയും മനസ്സിലായില്ലേ, 10 ഒട്ടകം, അബ്ദുള്ളക്ക് പകരം 10 ഒട്ടകം, 10 ഒട്ടകത്തെയും അബ്ദുള്ളയെയും നറുക്കിടുക. അപ്പോഴും അബ്ദുള്ളക്കാണ് നറുക്ക് വീണെങ്കിൽ വീണ്ടും 10 കൂട്ടുക, 20 ഒട്ടക. ഇങ്ങനെ പലവട്ടം നറുക്കിട്ടിട്ടും നറുക്ക് വീണതൊക്കെ അബ്ദുള്ളക്കനെ. അബ്ദുള്ള നറുക്കണം. അവസാനം 100 ഒട്ടകമായി. 10, 20, 30, 40, 50, 60, 70, 80, 90, 100 ഒട്ടകം എന്നിട്ടപ്പോൾ അവിടെ അബ്ദുള്ളാൻ്റെ നറുക്കല്ല കയറിയത്, ഒട്ടകത്തിൻ്റെ. അങ്ങനെ 100 ഒട്ടകം. അബ്ദുൽ മുത്തലിബ് അത്ര ധനാഢ്യനൊന്നുമല്ല, പക്ഷെ എല്ലാവരും സഹകരിച്ചു. കാരണം ആരെ കൊല്ലുന്നതിന് പകരമാണിത്? അബ്ദുള്ളാനെ കൊല്ലാൻ ആർക്കും ഇഷ്ടമില്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു, അനബ്നു ദബിഹൈൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനബ്നു ദബിഹൈൻ, ഞാൻ അറക്കാൻ വിധിക്കപ്പെട്ട 2 ആളുടെ മോന. ഒരാളാരാ? സയ്യിദുന ഇസ്മായിൽ. ഒരാളാ അബ്ദുൽ മുത്തലിബ്. അനബ്നു ദബിഹൈൻ, ഞാൻ അറക്കാൻ വിധിക്കപ്പെട്ട 2 ആളുടെ മോന. 2 ആളും കത്തിന്ന് രക്ഷപ്പെട്ടു. ഇലാഹിയാനുസറത്ത്. അപ്പൊ ഇതിവിടെ പറയാനുള്ള കാരണം എന്താണ്? ഈ സംസം കിണറുള്ള സ്ഥലത്ത് ഒരു കാലത്ത് ഉണ്ടായിരുന്ന എന്താണ്? ഹുബാലിന്റെ വിഗ്രഹം. ഹുബാലിനെ ഖുർആൻ വിശദമായി വിമർശിച്ചിട്ടുണ്ട്. ബൈബിളിൽ എത്ര സ്ഥലത്താണ് ഹുബാലിനെ വിമർശിച്ചതെന്ന് കണക്കില്ല. ഈ ഹുബാലിനെ ഏഷ്യയിലേക്ക് ഒളിച്ചു കടത്തിക്കൊണ്ടുവന്നത് ആരാ? യൂറോപ്യൻ സിവിലൈസേഷൻ, യൂറോപ്യൻ കോളനൈസേഷൻ. അവർ കൊണ്ടുവന്നു. അങ്ങനെയാണ് ബൈസന്റിയൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് AD 4-ാം നൂറ്റാണ്ടിൽ. ആ AD 4-ാം നൂറ്റാണ്ട് ശ്രദ്ധിക്കണേ. ഈ AD 4-ാം നൂറ്റാണ്ടിൻ്റെയും 7-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ നടന്നിട്ടുള്ളതാണ് എന്ത്? മക്കയിലെ ബിംബാരാധന. ഏകദേശം 2 നൂറ്റാണ്ട്. വളരെ ചിന്തിക്കണം. AD 629 മക്ക ഫത്വ ഉണ്ടായി. AD 571 പുണ്യ റസൂൽ ജനിച്ചു. അപ്പൊ പുണ്യ റസൂൽ ജനിച്ച് AD 571 ഏപ്രിൽ 20 പുണ്യ റസൂൽ ജനിച്ചു. എത്ര? AD 571 ഏപ്രിൽ 20 പുണ്യ റസൂൽ ജനിച്ചു. AD 632 ജൂൺ 8 പുണ്യ റസൂൽ വഫാത്തായി. ഇംഗ്ലീഷ് കണക്ക് അങ്ങനെയാണ്. അറബി കണക്കിൽ 2 റബീഉൽ അവ്വൽ 12. AD 571 ഏപ്രിൽ 20. ഇന്നിപ്പോൾ ഏപ്രിൽ എത്രയാ? 28. പുണ്യ റസൂൽ 20 ജനിച്ച്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളോട് ആരോടോ പറഞ്ഞിരുന്നു, ഫാത്തിഹ മടി നിങ്ങളോടാ പറഞ്ഞേ? അവിടെ പാർപ്പാളി നമ്മൾ സല്ലല്ലാഹു എൻ്റെ ഉമ്മാക്കും അപ്പാക്കൊക്കെ യാസീൻ ഓതിയിരുന്നു. 3 യാസീൻ അന്ന് ഏപ്രിൽ 20 പുണ്യ റസൂലിൻ്റെ ജന്മദിനം.
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏപ്രിൽ 20. ലോകത്തെ എത്രയോ നാടുകളിൽ 2 നബിദിനം നടക്കും. ഒന്ന് റബീഉൽ 12 ഉണ്ടാവും, ഒന്ന് ഏപ്രിൽ 20 ഉണ്ടാവും. കൗലഖ് ഇമാമിൻ്റെ ഒക്കെ നാട് അങ്ങനെയാണ്. കൗലഖിലൊക്കെ 2 നബിദിന. അറബി കണക്കിൽ നബിദിനം ഉണ്ടാവും, ഇംഗ്ലീഷ് കണക്കിൽ നബിദിനം ഉണ്ടാവും. ലോക രാജ്യത്ത് നമുക്ക് വലിയ വലിയ ആളുകൾ വന്നിട്ട് നബിദിനം നടത്തും, 2 കണക്കിൽ നടത്തും. അപ്പോൾ AD 571 ഏപ്രിൽ 20 പുണ്യ റസൂൽ ജനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. AD 610 മുസ്തഫ നബിക്ക് നബുവത്ത് കിട്ടി. 629 മക്ക ഫതഹ് ഉണ്ടായി. 632 ജൂൺ 8 പുണ്യ റസൂൽ വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ കോൺസ്റ്റാന്റിയൻ ചക്രവർത്തി AD 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറി. മനസ്സിലായോ പറഞ്ഞു? ഏഷ്യയുടെ സ്വാധീനം അവർ ഉണ്ടാക്കി. അത് പിന്നെ AD 629 ആയപ്പോഴത്തിന് അടഞ്ഞുപോയി. AD 7-ാം നൂറ്റാണ്ടിൽ അവരെ കുറ്റിപ്പറിച്ച് ഓടിച്ചു. 632 പുണ്യ റസൂൽ വഫാത്തായിട്ടുണ്ടെങ്കിലും സിദ്ദീഖുൽ അക്ബറിൻ്റെ കാലത്ത് ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ്, ബഹുമാനപ്പെട്ട സയ്യിദുന മുആവിയ ബിൻ അബി സുഫിയാൻ, ഇവരൊക്കെ യൂറോപ്പിൻ്റെ പ്രതിരോധിക്കാനാണ് പ്രവർത്തിച്ചത്. അതോടുകൂടെ യൂറോപ്പ് അങ്ങോട്ട് ഒതുങ്ങി. പിന്നെ യൂറോപ്യൻ സിവിലൈസേഷൻ ഏഷ്യയിലേക്ക് വരുന്നത് ആദ്യത്തെ കോളനൈസേഷൻ എന്ന 15-ാം നൂറ്റാണ്ട് അല്ല, 16-ാം നൂറ്റാണ്ടിന് തുടക്കം 1502. അതായത് AD 629 മക്ക ഫതഹ്. അതോടുകൂടെ എല്ലാ ഹുബാലിനെ അവിടുന്ന് ഒഴിവാക്കി. ബിക്കസിരിക്കുമുൽ അസ്നാം. ഇതാ വ്യാഖ്യാനം പറയുന്നത്. ഇതൊന്നും തീരൂല. ഇത് ഭയങ്കര ആശയമുണ്ട് അതിനോട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് എത്ര വിശദീകരിച്ച് 3 ക്ലാസ്സെങ്കിലും ഇത് വിശദീകരിച്ചിട്ടുണ്ടോ. അതായത് നമ്മുടെ ഏഷ്യൻ സിവിലൈസേഷനെ, ഏഷ്യൻ സംസ്കാരങ്ങളെയും ഏഷ്യൻ ധാർമ്മിക രീതികളെയും മുഴുവനും അവരില്ലാതെയാക്കി. അവർക്ക് വേറെ രീതിയാണ്. അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി അവരാണ് എല്ലാം നടത്തിയത്. ഉദാഹരണം പറയുക, യേശു ക്രിസ്തുവിനെ നമ്മൾ ക്രിസ്ത്യാനികളും തമ്മിൽ തർക്കമുള്ളത് എന്താ? കുശി തറച്ചോ തറച്ചില്ലേ തർക്കം. കുരിശിൽ തറച്ചു എന്ന് ക്രിസ്ത്യാനികൾ, കുരിശിൽ തറക്കാൻ വേണ്ടി പിടിക്കാൻ ചെന്നു, പക്ഷെ കിട്ടിയില്ല എന്ന് മുസ്ലിങ്ങൾ. പക്ഷെ കുരിശ് വിധിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. ആരാ കുരിശ് വിധിച്ചത്? പിലാത്തോസ്. അയാളാരാ? ഗ്രീക്കുകാരുടെ ഗവർണർ. അപ്പോൾ അവിടെ നടക്കുന്നത് ആരുടെ ഭരണമാണ്? യൂറോപ്പിന്റെ ഭരണം. ഗ്രീക്കിന്റെ ഗവർണറായിരുന്നു പിലാത്തോസ്. പിലാത്തോസാണ് എന്ത് വിധിക്കുന്നത്? ഒരു പെസഹയിൽ യേശുവിനെ പിടിക്കാൻ വേണ്ടി ആളെ വിടുക. വിധി നടന്നു. പിലാത്തോസിന്റെ വിധി നടന്നു. എന്ത്? പിലാത്തോസിനെ ജൂതന്മാർ നിർബന്ധിച്ചു. പിലാത്തോസിനാകട്ടെ അതിൽ താല്പര്യം. ഈ ജൂതന്മാരോ, ഇതാണ് ഹെല്ലനിസ്റ്റിക് ജൂതന്മാർ. ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് പണ്ട്. ഹെല്ലനിസ്റ്റിക് ജൂതന്മാരെ പറ്റി പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് യൂറോപ്യൻ സംസ്കാരത്തെ മതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്ത ജൂതന്മാരാണ് ആര്? അതിനാണ് ഹെല്ലനൈസേഷൻ എന്ന് പറയുക. ഹെലൻ എന്ന് പറഞ്ഞാൽ അത് ഗ്രീക്കിൻ്റെ മറ്റൊരു പേരാ, ഹെലൻ. അതാണ് ഹെല്ലനൈസേഷൻ. മനസ്സിലാണ് പറഞ്ഞത്. ഹെല്ലനൈസേഷൻ വരുന്നത് യൂറോപ്യന്മാർ കൊണ്ടുവന്നതാണ്. ഗ്രീക്ക് വൽക്കരണം. ഹെല്ലനൈസേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് എന്ത്? ഗ്രീക്ക് വൽക്കരണം. അത് നേരെ മതത്തിൽ കയറ്റിക്കൂട്ടി. യേശു വരുന്ന സമയത്ത് ജൂതന്മാർ ഹെല്ലനൈസേഷന് വിധേയരായി. അവർക്ക് മോസസിൻ്റെ, സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സംസ്കാരം അല്ല എന്നവരുടെ സംസ്കാരം. ആരുടെ സംസ്കാരമാണ്? ഗ്രീസിൻ്റെ സംസ്കാരമാണ്. അതായത് സമ്പൂർണമായി അവർ എന്തിന് വിധേയരായി? ഹെല്ലനൈസേഷന് വിധേയരായി. ഈ ബിംബാരാധനയും ഈ ബാലിനാരാധനയും ഒക്കെ അവരും തുടങ്ങി. ഇസ്രായേലിയർ ബാലിൻ്റെ പിന്നാലെ പോയി നശിച്ചതിനെ കുറിച്ച് ബൈബിളിലുണ്ട്. ആരാണ് ഇസ്രായേലിയർ? ജൂതന്മാർ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ബൈബിളിൽ എത്രയോ സ്ഥലത്തുണ്ട്. നിങ്ങൾ ബാലിൻ്റെ പിന്നാലെ ഓടുകയാണോ? യഹോവയായ എന്നെ നിങ്ങൾ വിസ്മരിക്കുകയും നിങ്ങൾ ബാലിന് നേർച്ചകൾ സമർപ്പിക്കുകയും ചെയ്യുകയാണോ എന്നൊക്കെ ബൈബിളിലുണ്ട്. മനസ്സിലായില്ലേ? ബാലിനെ ആര് കൊണ്ടുവന്നു? ഗ്രീക്കർ കൊണ്ടുവന്നു. അതാണ് ഹെല്ലനൈസേഷൻ. ഈ ഹെല്ലനൈസേഷൻ ജൂതമതത്തിൽ കടത്തിക്കൂട്ടി. അപ്പോൾ അവർ ജൂത ചിന്താഗതിയാണ് വളർത്തിയത്.
യേശു വരുന്നത് വരെയും ജെറൂസലേമിലെ അധികാരം ജൂതന്മാർക്കാണ്. ജെറൂസലേമിലെ വലിയ പള്ളിയിലൊക്കെയുള്ള അധികാരികൾ ഇവരാണ്. പള്ളിയിൽ ആരാധന നടത്തുന്ന ഈ ജൂതന്മാർ സത്യത്തിൽ ഹെല്ലനിസ്റ്റിക് ജൂതന്മാരാണ്. ചാട്ടവാറുകൊണ്ട് അടിക്കുന്നുണ്ട് ഇവരെ. ചാട്ടവാറുകൊണ്ട് അടിക്കുന്നുണ്ട് ആരെ? ഈ ജൂതന്മാരെ ചാട്ടവാറുകൊണ്ട് അടിക്കുന്നുണ്ട് യേശു, പലിശ കച്ചവടം ചെയ്തിട്ട്. ജെറൂസലേമിലെ വലിയ പള്ളിയിൽ പലിശ കച്ചവടത്തിന് ഇരിക്കും ജൂതന്മാർ. അവരെ ചാട്ടവാറുകൊണ്ട് അടിച്ചിട്ട് ഓടിച്ചു. ആര്? യേശു. യേശു പൊതുവെ ഒരു പാവാണ്, പക്ഷേ ഇവരെ സഹിക്കാൻ വയ്യ, അടിച്ചിട്ട് ഓടിച്ചു. ഈ സംഭവങ്ങളൊക്കെ ധാരാളമായി ക്രിസ്തീയ കഥകളിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് ആ ചരിത്രമൊക്കെ. എന്തുകൊണ്ട് അവർ ഹെല്ലനൈസേഷന് വിധേയരായി? ആ ഹെല്ലനൈസേഷന് അപ്പോൾ വലിയ ദേഷ്യം വന്നു ജൂതന്മാർക്ക്. ആരോട്? യേശുവിനോട്. അങ്ങനെ യേശുവിനെ കുരിശിൽ തറക്കാൻ, പിടികൂടി കുരിശിൽ തറക്കാൻ ജൂതന്മാർ നിർബന്ധിച്ചു. മനസ്സിലാണ് പറഞ്ഞത്. അത് പിലാത്തോസിന്റെ താല്പര്യമല്ല. അന്ന് പിലാത്തോസ് പറഞ്ഞൊരു വാക്കാണ് പിന്നീട് ഒരു ആപ്തവാക്യമായി ലോകം കൊണ്ടു നടന്നത്. ഈ വിശുദ്ധന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അത് പിലാത്തോസ് പറഞ്ഞ വാക്കാണ്. പുതിയ സാഹിത്യകാരന്മാരൊക്കെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എന്ത്? ഈ വിശുദ്ധന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇത് പിലാത്തോസ് പറഞ്ഞ വാക്കാണ്. കാരണം ഹെല്ലനൈസേഷന് വിധേയരായ ജൂതന്മാരുടെ താല്പര്യപ്രകാരമാണ് അങ്ങനെ തീരുമാനമെടുക്കാൻ നിർബന്ധിതനായത്. ആര്? പിലാത്തോസ്. അപ്പൊ പിലാത്തോസിനെയും മറികടക്കുന്ന താല്പര്യമാണ് ഇവർക്കുള്ളത്, ഹെല്ലനിസ്റ്റിക് ജൂതന്മാർക്കുള്ളത്. യേശുവിനെ കൊല്ലണം. ആരാ അതിൻ്റെ പിന്നിൽ? ജൂതൻ. ആരാ ഉള്ളത്? യൂറോപ്യവൽക്കരണം നടത്തിയപ്പോൾ ഇവർ രാജാവിനേക്കാളും വലിയ രാജഭക്തി കാട്ടി. പിലാത്തോസിനും ഇല്ലാത്ത താല്പര്യമാണ് ജൂതന്മാർക്ക്. എന്തേ? അവർ ഹെല്ലനൈസേഷൻ വിധേയരായി. ഹെലൻ എന്നത് ഗ്രീസിൻ്റെ മറ്റൊരു നാമമാണ്. വളരെ ഇതൊക്കെ നമ്മൾ അതാണ് ബിക്കസ്രിക്കുമുൽ അസ്നാം. ഭയങ്കര വാക്കാണത്. അവർക്ക് പിന്നാണ്ട് ഒതുങ്ങി. അതായത് ഏകദേശം ഒരു 9 നൂറ്റാണ്ട് അവർക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. അനങ്ങാനെ കഴിഞ്ഞില്ല, തകർന്ന് തരിപ്പണായി. ഞാൻ പറയട്ടെ, റോമൻ എംപയർ തന്നെ തകർന്നു. റോമൻ എംപയർ പിന്നെ വരുന്നത് 10-ാം നൂറ്റാണ്ടിലാണ്. റോമൻ എംപയർ എന്ന പേരിൽ പിന്നീട് ഒരു എംപയർ നിലനിൽക്കുന്നത് ബൈസന്റിയൻ റോമൻ എംപയർ. റോമിലല്ല പിന്നെ റോമൻ എംപയർ നിലനിൽക്കുന്നത്, അതായത് തുർക്കിയിൽ. നിങ്ങൾ ഇതിൻ്റെ കൂടെ വന്നാലേ മനസ്സിലാവുള്ളൂ. അതായത് റോമാ സാമ്രാജ്യം തകർന്നു. ക്ലാസിക്കൽ റോമാ സാമ്രാജ്യം തകർന്നു. ആൻഷ്യന്റ് റോമാ സാമ്രാജ്യം തകർന്നു. AD 2-3 നൂറ്റാണ്ടോടുകൂടി തകർന്ന് തരിപ്പണായി. 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കോൺസ്റ്റാന്റൈൻ അത് ഇങ്ങോട്ട് പറിച്ച് നട്ടു. ഏഷ്യയിലേക്ക് ഇങ്ങോട്ട് റോമിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തുർക്കിയിൽ പറിച്ച് നട്ടു, ഏഷ്യൻ ഇൻഫ്ലുവൻസിന് വേണ്ടി. പിന്നെ റോമാ സാമ്രാജ്യം നിലനിൽക്കുക. ഇപ്പം ഹദീസിൽ കാണുന്ന റോമ എന്നത് ഏതല്ല? റോമല്ല, അത് തുർക്കിയ. ഞങ്ങൾ റോമക്കാരെ കൊട്ടാരത്തിൽ പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നത് എവിടെയല്ല, റോമല്ല, അത് തുർക്കിയാണ്. തുർക്കിയിലേക്ക് അവർക്ക് വളരെ എളുപ്പമാണ്. തുർക്കിയിലേക്ക് എപ്പോഴും അവർ ആക്സസ് ഉള്ള പ്രദേശമാണ്. ചിന്തിക്കണം, അവർ കടലും കടന്ന് മധ്യധരണിയാഴി അല്ലെങ്കിൽ അറ്റ്ലാന്റിക്കും കടന്ന് ഗ്രീസിൽ പോയതല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ റോമക്കാരുടെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഏത് കടന്നു പോയതല്ല. അതായത് മെഡിറ്ററേനിയനും അതിങ്ങനെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ ചുറ്റി നിൽക്കുകയാണ് മധ്യധരണിയായി. അതായത് മെഡിറ്ററേനിയൻ, ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ, മൊറോക്കോ വരെ മെഡിറ്ററേനിയൻ, മൊറോക്കോ കഴിഞ്ഞാൽ പിന്നെ അറ്റ്ലാന്റിക്, ഇങ്ങനെ നിൽക്കുക. ഇവിടെയാണ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു റോമാ സാമ്രാജ്യത്തെ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അവിടെ മെഡിറ്ററേനിയൻ്റെയും അറ്റ്ലാന്റിക്കിൻ്റെയും ഇടയിൽ ഗോൾഡൻ ഹൂൺ, ആ ഗോൾഡൻ ഹൂണിൻ്റെ കരയിലാണ് എന്ത്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ ഇസ്താൻബൂൾ. അത് AD 4-ാം നൂറ്റാണ്ടിൽ അങ്ങോട്ട് പറിച്ചു നട്ടു. പിന്നെ റോമൻ സാമ്രാജ്യം, ഹദീത്തുകളിൽ കാണുന്ന റോമാ സാമ്രാജ്യം റോമിലല്ല, തുർക്കിയിലാണ്. ഹദീത്തിൽ ഇഷ്ടംപോലെ റോം എന്ന് പറയുന്നുണ്ട്.
ഊലിബത്തി റൂം, ഊലിബത്തി റൂം ഫി അദ്നൽ അർളി മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. പിന്നീട് റോമക്കാർ ജയിക്കും. ഇപ്പോൾ റോമക്കാർ തോറ്റു, ഇനി റോമക്കാർ ജയിക്കും. ഇതേതാ റോമല്ല, ഖുർആനിലെ ഒരു അധ്യായമാണ് റൂം. ഈ റൂം എന്ന് പറയുന്നത് ആരുടെ കഥയല്ല, റോമക്കാരെ കഥയല്ല, പറിച്ചു നടപ്പെട്ട റോമക്കാരെ കഥയാണ്. പറിച്ചു നടപ്പെട്ട റോമക്കാർ എവിടെ? തുർക്കിയിലാണ്. അതായത് ഏഷ്യൻ മുഖത്ത്, ഏഷ്യൻ മുഖം അവിടെയാണ് റോമ. ഇന്ന് അതിനെ പിന്നീട് ആ കോൺസ്റ്റാന്റിന്റെ പേര് മാറ്റി മുഹമ്മദുൽ ഫാത്തിഹ് ഇസ്ലാം പൂൾ എന്ന് പേരിട്ടു. പാക്ക്, ബക്ക്, പൂള് ഇതൊക്കെ തുർക്കി ഭാഷയാണ്. ഇവിടെ പാക്ക് എന്ന് പറയുമ്പോൾ അവിടെ പൂള് അറിയും. ഇസ്ലാം പൂൾ ആണ് പിന്നെ എന്തായി മാറിയത്? ഇസ്താൻപൂൾ. AD 1400 സിസ്റ്റത്തിലാണ് അത് വരുന്നത്. എന്ത് വരുന്നത്? ഇസ്താൻബുൾ വരുന്നത് എന്ത് മാറ്റിയിട്ട്? കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിയാൽ ഉണ്ടായിത്തീർന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പട്ടണത്തെ ഇസ്ലാം പൂൾ എന്ന പേരിൽ മാറ്റുന്നത് 14 സിസ്റ്റത്തിലാണ്, 1400 സിസ്റ്റത്തിലാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാന ഭാഗത്ത് ആ 15-ാം നൂറ്റാണ്ടിൻ്റെ ഏകദേശം തുടക്കം, ആ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണ് എന്ത്? ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത്. 1498 ആദ്യത്തെ വാസ്കോഡി ഗാമ വരവ്. വന്ന് ദേശത്തോടെ തിരിച്ചുപോയി. അവരുദ്ദേശിച്ച പലതൊന്നും ഇവിടെ നടന്നില്ല. പിന്നെ സർവസന്നാഹവും സൈന്യവും സംഘടിപ്പിച്ചു വന്നു 1502. അതിനു മുമ്പ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു അധിനിവേശം നടത്താനുള്ള ധൈര്യം അവർക്ക് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ഏഷ്യ അത്രയും പെർഫെക്റ്റാണ്. ആരെ പെർഫെക്റ്റ് ആയിട്ടേക്ക് പറയടൂ? മുഹമ്മദ്. പഠിക്കന്നെ വേണം. നിങ്ങൾ എന്ത് പണി നിർത്തിയിട്ടും എൻ്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകം വായിക്കണം. അത് ഒരു വട്ടം വായിച്ചാൽ പോരാ, നിങ്ങൾ വായിച്ചിരിക്കണം. പുതിയ യൂത്തൊക്കെ അത് വായിച്ച് നിർബന്ധം വായിക്കണം. വായിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ലിബറലിസവും നിരീശ്വരവാദവും കയറിപ്പോകുന്നത്. അലക്സാണ്ടർ ജേക്കബ് സാർ എന്നോട് പറഞ്ഞത്, ഞാൻ നബി ചരിത്രത്തിൽ വായിച്ചത് ഏറ്റവും മനോഹരവും ഏറ്റവും ബൗദ്ധികവുമായ പുസ്തകമാണ് തിരുദൂതർ നിയോഗം എന്ന പുസ്തകം എന്ന് അലക്സാണ്ടർ ജേക്കബ് സാർ എനിക്ക് കത്തെഴുതി. ഞാൻ എൻ്റെ ജീവിതത്തിൽ നബി ചരിത്രത്തെക്കുറിച്ച് വായിച്ചതിൽ ഏറ്റവും പെർഫെക്റ്റായ പുസ്തകം തിരുദൂതർ നിയോഗം എന്ന പുസ്തകമാണ് എന്ന് അലക്സാണ്ടർ ജേക്കബ് സാർ എനിക്ക് കത്തയച്ചെന്ന് മാത്രമല്ല, പിന്നീടും അദ്ദേഹം വോയിസ് അയച്ചു. എനിക്ക് ചില പ്രഭാഷണങ്ങൾ തിരുവനന്തപുരം ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ നബിദിനത്തോടനുബന്ധിച്ച പ്രഭാഷണങ്ങളിലെല്ലാം ഞാൻ ഈ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം നിർബന്ധമായി വായിക്കണം. എന്തുകൊണ്ട്? ആ പുസ്തകം ഒരു മാസ്റ്റർ പീസ് പുസ്തകം. ഇത് പഠിക്കണം. എവിടെയാണ് നബി വന്നത്? എവിടെയാണ് നബി ഇരിക്കുന്നത്? അതായത് യൂറോപ്യർക്ക് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറാനുള്ള ധൈര്യമില്ലാതെ നബി വന്നപ്പോൾ. അപ്പം മറ്റു മതങ്ങൾ ഇവിടെയല്ലേ? മതങ്ങൾ ഒന്നിച്ചിരുന്നു. അപ്പം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നിച്ചിരുന്നു. അത് ആരുടെ കാലത്ത് ഒന്നിച്ചിരുന്നു? റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ യൂറോപ്യർക്കെതിരെ. ഇപ്പം ചില വിഡ്ഢികൾ പറയുന്നുണ്ടല്ലോ, റഹ്മത്തുള്ള ഖാസിമി സർവ്വമത സത്യവാദം പറയാണ്, മറ്റു മതങ്ങളും. എന്താണ് വിഡ്ഢിയെ നിനക്ക്? നീ എന്താണ് പഠിക്കാത്ത ഈ വിഡ്ഢിയോട് എന്ത് പറയാനാണ്? ഏഷ്യയിൽ ഒരു ധർമ്മമുണ്ട്, അത് ഏഷ്യൻ ക്രിസ്ത്യാനിറ്റിക്കുണ്ട്, അത് ഏഷ്യൻ എന്താ പറയുക ഓർത്തഡോക്സ് ജൂതന്മാരിലുണ്ട്. ഓർത്തഡോക്സ് ജൂതന്മാർ സിയോണിസത്തെ അംഗീകരിക്കൂല, അവരെതിരാണ്. സിയോണിസത്തിന്റെ ഇന്നത്തെ എല്ലാ കളികൾക്കും എതിരാണ് ആര്? ഓർത്തഡോക്സ് ജൂതന്മാർ. അവർ സയനിസ്റ്റുകളല്ലേ അല്ല. ഹിന്ദുക്കൾ ഒരിക്കലും ഈ കളി അംഗീകരിക്കൂല. ഏഷ്യയിലെ മതവിഭാഗങ്ങൾ ഒരുമിച്ചും ഒന്നിച്ചും നിലകൊണ്ടു മുഹമ്മദ് മുസ്തഫ വന്നപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സർവ്വ ഊർജവും ആര് നൽകി? മുഹമ്മദ് മുസ്തഫ നൽകി. പിന്നീട് ഒരു അധിനിവേശത്തിന് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു അധിനിവേശത്തിന് അവർക്ക് കഴിഞ്ഞതേ ഇല്ല. 1502 വരെ. ആദ്യത്തെ അധിനിവേശം വരുന്നത് 1502 മുസ്തഫ നബി വഫാത്താവുന്നത് 632